എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഐസക് വില്ലൻ അവനാണെങ്കിൽ കോജിക്കാഷിയെ അവൻ ചെറുതാക്കി മാറ്റിയ ആ തൂണുകൾ അതങ്ങനെ ജയന്റ് ആക്കി മാറ്റി അതിന്റെ ഇടയിൽ വെച്ച് ലോക്ക് ചെയ്യാണ്. എന്ത് കരുതി നിനക്ക് അത്ര എളുപ്പം എന്നെ തകർക്കാൻ കഴിയുമെന്നോ? ജീകണ്ട ബോഡി അത് നിനക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞു, അത് നിന്റെ വിജയം തന്നെയാണ്. പക്ഷെ എന്നെ ഇല്ലാതാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. ഒരു ഷിനോബിയുടെ ധർമ്മവും പവറും അല്ലേ നീ എന്റെ അടുത്ത് കാണിക്കാൻ ശ്രമിച്ചേ. അതുകൊണ്ടൊന്നും നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. വിചാരിച്ചാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞ് അവന് തന്നെ ഒരു കോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം അവൻ കൈ നീട്ടി ഒരു ഗ്ലാസ് വൈൻ കൊണ്ടുവരും. അതങ്ങനെ ക്യാഷ്വലായിട്ട് കുടിച്ച് അവന്റെ അടുത്തേക്ക് വന്ന് പറയും, എനിക്കറിയാം നിങ്ങളുടെ ഈ പ്ലാന്റെ മാസ്റ്റർ ബ്രെയിൻ അത് ആ ഡോക്ടറാണ്. എനിക്ക് അവനെ എൻ്റെ കയ്യിൽ കിട്ടണം. എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് അവനെ തല്ലിക്കൊല്ലണം. നിന്നെ അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അത് നീ ഭംഗിയായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നിനക്ക് പോകാൻ സമയമായി. അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? സബോർഡിനേറ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞ് അവനെ നോക്കി ഇപ്പോൾ ഇസുക്കി പരിഹസിക്കും. കാഷിയാണെങ്കിൽ അതിന് എന്തൊക്കെയോ മറുമറിയാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ ഇപ്പൊ കോജിക്കിന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം കോജിക് അവനാണെങ്കിൽ അവന്റെ സമറിൻ ജിപ്സ് ഉപയോഗിച്ച് ജയന്റ് തവളെ അവിടേക്ക് കൊണ്ടുവരും. അതിന്റെ ഫോഴ്സിൽ ചുറ്റും ഉണ്ടായിരുന്ന തൂണുകൾ അതെല്ലാം തെറിച്ചുപോയി. അവൻ ആ തവളയുടെ അകത്തേക്ക് പോയി ഇൻവിസിബിൾ ആവുകയാണ്. ഇസുക്കിയാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. നീ എവിടെയൊക്കെ പോയാലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. പക്ഷെ നിന്റെ പിന്നാലെ ഞാനിനി വരില്ല. എന്റെ ലക്ഷ്യം എന്റെ വെസൽ കവാക്കിയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഇൻവിസിബിൾ ആവും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, അപ്പൊ തീർച്ചയായിട്ടും ഞാനും ഇത്തവണ ബാറ്റിൽ ഫീൽഡിൽ നിങ്ങളോടൊപ്പം ഇറങ്ങും. എന്നെ കൊണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിന് നറൂട്ടോ ആണെങ്കിൽ അവനെ തടയും. ഒരു കാരണവശാലും നീ അവിടേക്ക് വരാൻ പാടില്ല. ഞാനും സാസുകയും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ബാറ്റിൽ ഫീൽഡിലേക്ക് പോകുന്നത്. അതിന് ബൊറൂട്ടോ പറയും, നിങ്ങൾ ഓൾറെഡി ഈഗണുമായി ഫൈറ്റ് ചെയ്ത് തോറ്റുപോയത് ഇത്ര വേഗം മറന്നോ? എന്നെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേർന്നാണ് പപ്പയെ രക്ഷിച്ച് ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത്. ഞങ്ങളെ ദയവ് ചെയ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പോയി നറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ അത് കേട്ടില്ലേ? നിന്റെ ബോഡിയിലും ആ കർമ്മ പവർ ഉണ്ട്. നീ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ കവാക്കിക്ക് പകരം ഒരുപക്ഷെ ടേക്ക് ഓവർ ചെയ്യുക നിന്റെ ബോഡി ആയിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതിനൊരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവിടുന്ന് അങ്ങനെ നടന്നു പോവാണ്. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സായുടെ അടുത്തേക്ക് വരും. ആദ്യം നമ്മൾ കവാക്കിയെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അതിനാ ഡോക്ടർ പറയും, വ്യാഹു കണ്ണിന്റെ ശക്തിയാൽ അവൻ തീർച്ചയായിട്ടും കവാക്കിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അത് കണ്ടെത്തും. അതിന് നറൂട്ടോ അവൻ സായുടെ അടുത്തേക്ക് വന്ന് പറയും, നമ്മുടെ മുൻപിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല, നമ്മളിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ സായിയോട് സംസാരിക്കും. സായി ആണെങ്കിൽ കവാക്കിയെ തൂക്കിയെടുത്ത് അവിടെ നടന്നു പോവാണ്. സാസുകി ആണെങ്കിൽ നറൂട്ടോട് പറയും, എനിക്ക് ബൊറൂട്ടോയോട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുശേഷം ഞാനും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ ആൻ ടീം ഇവരാണെങ്കിൽ വില്ലേജിന്റെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് വരികയാണ്. അത് ആക്ച്വലി അൻപു ബ്ലാക്ക് ഓപ്സിന്റെ ഒരു ഹൈഡ് ഔട്ട് ഏരിയ ആണ്. സായി ആണെങ്കിൽ നറൂട്ടോട് പറയും, ആക്ച്വലി ഇതൊരു സേഫ് പ്ലേസ് തന്നെയാണ്. രാഹു പവർ വെച്ചൊന്നും അത്ര എളുപ്പത്തിൽ ആർക്കും ഇവിടെ കണ്ടുപിടിക്കാനാവില്ല. വില്ലേജിനും ഈ ഒരു ഹൈഡ് ഔട്ടിനും ചില അൺഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. ഇവനെ ഒളിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് അവനുമായിട്ട് അവർ കൂടുതൽ അകത്തേക്ക് പോകും. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിച്ച് ഇപ്പൊ സെയിൽ ചെയ്ത് വെച്ചിരുന്ന ഒരു റൂമിന്റെ മുൻപിലേക്ക് വരികയാണ്. ആക്ച്വലി ഈ ഒരു റൂം അതൊരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവരത് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങും. കട്ടാസ്കിക്കും ഡോക്ടറിനും അതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവരാണെങ്കിൽ ചുറ്റും നോക്കി അങ്ങനെ ആ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഷിനോബികളെ എല്ലാവരെയും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഏകോപിപ്പിച്ചിരിക്കുകയാണ്. 5th ഹോക്കാഗെയും 6th ഹോക്കാഗെയും വലിയൊരു അറ്റാക്കിന് വേണ്ടി അവരെ സജ്ജരാക്കി അങ്ങനെ നിൽക്കുകയാണ്. ഷിക്കമരു ആണെങ്കിൽ ഓട്സുക്കി ക്ലാനിലെ സാക്ഷാൽ ഇസുക്കി അവൻ അവിടേക്ക് വരുന്ന കാര്യം അവരെ അറിയിക്കുകയാണ്. ഷിക്കമരു ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും വലിയൊരു വാണിംഗ് കൊടുക്കും. വരാൻ പോകുന്നത് ഒരു വലിയ യുദ്ധമാണ്. സോ നമ്മളെല്ലാവരും തയ്യാറെടുക്കണം. പക്ഷെ അവിടെയുള്ള ഷിനോബികൾക്കാണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ല. ഞങ്ങളോടൊപ്പം വളരെ പവർഫുള്ളും വളരെ ഈസി ആയിട്ട് പല ടാക്ടിക്സും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഷിക്കമരു ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു വാറ് അത് നടത്തും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ നിൽക്കും. ഷിക്കമരു ആണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എല്ലാ ബാറ്റിൽ സമയത്തും എനിക്ക് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജിയും പ്ലാനും ഉണ്ട്. പക്ഷേ ഇതെനിക്ക് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവിടെ എനിക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ വില്ലേജിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സ്ട്രെങ്ത്തും പവറും അതെനിക്ക് തരണം. ഉടനെ അവരെല്ലാവരും കൈ ഉയർത്തി ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. അത് കേട്ട് ഷിക്കമരു അവൻ കരയാണ്. കട്ട് ചെയ്ത ഇവിടെ കൊനാമാരു ആണെങ്കിൽ മുഗീനോടെ കല്ലറയുടെ മുൻപിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്.
അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സാസുക അവൻ ഒരുപാട് കാര്യങ്ങൾ ബൊറൂട്ടോട് പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഞാനും നറൂട്ടോയും ഈ വില്ലേജിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. നിന്നെക്കൊണ്ട് ഈ വില്ലേജിന് വേണ്ടി മരിക്കാൻ എൻ്റെ ലൈഫ് അത് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ? അത് കേട്ട് ബൊറൂട്ടോ അവനൊന്ന് ഷോക്കാവുകയാണ്. ആണെങ്കിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ആ ബോറോയെ അവനെ തല്ലി തകർത്തത് നീയാണ്. നിന്റെ ഉള്ളിലെ കർമ്മ പവർ അത് മുഴുവനായിട്ട് നിന്നെ ടേക്ക് ഓവർ ചെയ്താണ് അത് നീ ചെയ്തത്. അത് കേട്ട് ഇപ്പൊ ബൊറൂട്ടോ ഷോക്കാവും. അവൻ പേടിച്ച് ഇപ്പൊ സാസുകയോട് ചോദിക്കും, ആ ഒരു പവർ അതുപോലെ ആ മോമോസുക്കി അവൾ എന്നെ മുഴുവനായിട്ടും ടേക്ക് ഓവർ ചെയ്യോ? അതിനു മുൻപ് എനിക്ക് ഈ പവർ എങ്ങനെയെങ്കിലും കളയണം. കട്ട് ചെയ്ത ഇപ്പൊ ഇസുകയെ കാണിക്കും. അവനാണെങ്കിൽ ഓൾറെഡി ലീഫ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ ചുറ്റും നോക്കും. ജനങ്ങളെല്ലാം അവനെ കണ്ട് പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. സോൾജേഴ്സ് ആണെങ്കിൽ അവരെല്ലാം സേഫായ സ്ഥലത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാണ്. ഇവിടെ ഈനോ അവൾക്കാണെങ്കിൽ ഇപ്പൊ സിഗ്നൽ കിട്ടും ലീഫ് വില്ലേജിലേക്ക് വലിയ പവറുള്ള ആരോ ഒരാൾ വന്നുവെന്ന്. അവൾ ആ കാര്യം ഇപ്പൊ നറൂട്ടോയും ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കും. അതുകൊണ്ട് അവന്റെ ചക്ര പവർ അത് മെഷർ ചെയ്യാൻ കഴിയുന്നില്ല. അത് ഒരുപാട് വലുതാണ്. അത്രയും ലാർജ് പവർ അതിവിടേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും വലിയൊരു ഡിസ്ട്രക്ഷൻ അത് നമ്മുടെ വില്ലേജിനുണ്ടാവും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ഇസുകയാണെങ്കിൽ അയലാൻഡ് മുഴുവൻ അവന്റെ വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്യുകയാണ്. അവനാവശ്യം കവാക്കിയാണ്. കവാക്കിയുടെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്താൽ മാത്രമേ അവനെ കൊണ്ടിനി സർവൈവ് ചെയ്യാനായിട്ട് കഴിയൂ. ഇവിടെ ഈനോ ആണെങ്കിൽ അവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് മാക്സിമം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അടുത്ത നിമിഷം ടെൻ ചോച്ചോ ഈനോ അങ്ങനെ നമ്മുടെ പട അവരാണെങ്കിൽ ഇപ്പോൾ ആ ഇസുക്കിയുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും മുന്നിലായിട്ട് ഇപ്പോൾ കൊനഹമാരു അവനാണെങ്കിൽ റെസനന്റ് പവറുമായിട്ട് അവന് നേരെ പാഞ്ഞടുക്കും. ഉടനെ ഇസുക്കി അവനാണെങ്കിൽ ടെററായിട്ട് അവരെ നോക്കി ചിരിച്ച് വലിയൊരു എക്സ്പ്ലോഷർ അതവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കട്ട് ചെയ്ത ഈ വില്ലേജിലെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഓരോ പേഷ്യൻസും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവാക്യുവേറ്റ് ആയി ഓരോ ഭാഗത്തേക്ക് പോകും. സാറടയ്ക്കാണെങ്കിൽ ഫസ്റ്റ് നടന്ന ഫൈറ്റിൽ ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. സോ മെയ്റ്റ്സുക അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ നടന്നു പോവാണ്. അതേസമയം ഇവിടെ ഇസുക്കിയെ കാണിക്കും. അവനാണെങ്കിൽ എപ്പോഴത്തേതും പോലെ അവന്റെ പില്ലർ വെച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തകർത്ത് താഴെ ഇട്ടിരിക്കുകയാണ്. കൊനാമാരു ആണെങ്കിൽ ഞൊടിയിടയിൽ ചാടി എഴുന്നേക്കും. അതിനാൽ ഇസുക്കിയാണെങ്കിൽ അവനോട് പറയും, നിങ്ങൾ വെറുതെ എന്നോട് ഫൈറ്റ് ചെയ്ത് സമയം പാഴാക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനായിരിക്കും എന്നോട് ഫൈറ്റ് ചെയ്താൽ നഷ്ടപ്പെടുക. അതിന് കൊനാമാരു തീർത്തു പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു കാരണവശാലും നിനക്ക് കവാക്കിയെ വിട്ടു തരില്ല. അത് കേട്ട് കലി ഇളകി ഇസുക്കി അവൻ വലിയൊരു സ്റ്റോണ് ഇപ്പൊ കൊനഹമാരുവിന് നേർക്ക് അയക്കും. ആ കല്ലാണെങ്കിൽ കൊനഹമാരുവിന്റെ ക്ലോസ് തന്നെ താമസം. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവൻ ചാടി വന്ന് അതങ്ങനെ തകർത്ത് കളയും. നറൂട്ടോ സ്റ്റൈലായിട്ട് അങ്ങനെ ടേൺ ചെയ്ത് കൊനഹമാരുവിനെ നോക്കും. ഇവരുമായിട്ട് എത്രയും വേഗം നീ ഇവിടുന്ന് പോകണം. ജനങ്ങളെ എല്ലാവരെയും സേഫായി ഇവാക്യുവേറ്റ് ചെയ്യണം. അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഈനോ ആണെങ്കിൽ നറൂട്ടോ അറിയിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല, കവാക്കിയെ സേഫായ സ്ഥലത്തേക്ക് മാറ്റി. മാത്രമല്ല ജനങ്ങളെയും ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കേൾക്കേണ്ട താമസം നറൂട്ടോ അവൻ 9 പവറിലേക്ക് പോയി ഇസുക്കിയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നറൂട്ടോ തിരിച്ചറിയും ജീവനെ കഴിഞ്ഞും ഒരുപാട് പവർ ഇവന് കൂടുതലാണ്. അതേസമയം നറൂട്ടോയ്ക്ക് ബാക്കപ്പായി ഇപ്പൊ സാസുക അവൻ റെനീങ്ങ കണ്ണുമായിട്ട് അവിടേക്ക് എത്തുകയാണ്. രണ്ടുപേരും കമ്പൈനായി അവനുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായി തുടങ്ങും. നറൂട്ടോ ആണെങ്കിൽ ഒരുപാട് ഷുരിങ്കൻസ് അവന് നേരെ വലിച്ചെറിയും. അവൻ ആ ഷുരിങ്കൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൂരേക്ക് മാറുകയാണ്. അടുത്ത നിമിഷം സാസുകി അവനാണെങ്കിൽ ഇപ്പൊ വലിയൊരു സ്ക്വാഡ് വില്ലന് നേരെ വലിച്ചെറിയും. സ്ക്വാഡ് ആണെങ്കിൽ അടുത്തേക്ക് വരെ അവൻ ആ സ്ക്വാഡിനെ ചെറുതാക്കാനായിട്ട് നോക്കും. പക്ഷെ ആ സ്ക്വാഡ് ആണെങ്കിൽ ചെറുതാവുന്നില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് സ്ക്വാഡല്ല, നമ്മുടെ ബൊറൂട്ടോ ആണ്. അവൻ കർമ്മ പവറുമായിട്ട് ആ ഇസുക്കി വില്ലന് നേരെ പാഞ്ഞടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ സാസുക പറയും, നിന്റെ ബോഡിയിലേക്ക് ആ മോമോസുക വന്നാൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്നുകളയും. അതിന് ബൊറൂട്ടോ പറയും, അവനെ കൊല്ലാൻ പോകുന്നത് ഞാനാണ്. എൻ്റെ ബോഡി ഒരിക്കലും അവനെ ടേക്ക് ഓവർ ചെയ്യാൻ കഴിയില്ല. അതിന് മാസ്റ്ററിന്റെ ഹെഡ് ബാൻഡ് അതെനിക്ക് വേണമെന്ന് പറയും. ഉടനെ സാസുകയാണെങ്കിൽ അവന്റെ ഹെഡ് ബാൻഡ് ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലോസ് തന്നെ താമസം ടെലിപ്പോർട്ടേഷൻ പവർ ഉപയോഗിച്ച് അവനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഇസുക്കി വില്ലനാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. അവരുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും അതേ ഡയമെൻഷനിലേക്ക് എത്തും. ആണെങ്കിൽ സ്റ്റൈലായിട്ട് പറയും, ഇനി നമ്മുടെ ഗ്രാമത്തിന് ഒന്നും സംഭവിക്കില്ല. ഇവിടെ വെച്ച് നമുക്ക് ഇവന്റെ കഥ കഴിക്കണം. ഉടനെ ഇസുക്കിയാണെങ്കിൽ ടെററായിട്ട് അവരെ 3 പേരെയും അങ്ങനെ തുറച്ചു നോക്കുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.